നമസ്കാരം. മലയാളം TV ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. പെൺ മെമ്മോറിയൽ കൈമാറി നഗരവീഥിയിൽ ഒപ്പുചുരുളുകൾ നിവർന്നു. ചരിത്ര സംഭവത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ സ്ത്രീകൾക്ക് വേണ്ടി, ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി, ജനിക്കാനിരിക്കുന്ന അനേകം പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുതിർന്ന തലമുറ നടത്തുന്ന ഒരു പോരാട്ടം. ഇതൊരു പോരാട്ടം തന്നെയാണ്. ആ പോരാട്ടത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് അഭിമാനിക്കും. വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 33% സീറ്റുകളിൽ വനിതകളെ മത്സരിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും 1,00,000 ഒപ്പുകൾ ശേഖരിച്ച് AKG സെന്ററിൽ K. അജിത സമർപ്പിച്ചു. സ്ത്രീകളുടെ മേൽ അധികാരം പ്രയോഗിച്ച് ഇനിയും അടിച്ചമർത്താനാവില്ലെന്നും കേരളത്തിലെ സ്ത്രീകൾ തുല്യ പ്രാതിനിധ്യാവകാശത്തിന്റെ പിന്നിൽ അണിനിരന്നുവെന്ന സത്യം രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയണമെന്നും തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം സംഘടിപ്പിച്ച പെൺ മെമ്മോറിയൽ പൊതുയോഗം രക്തസാക്ഷി മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സാറ ജോസഫ്. രാഷ്ട്രീയ പാർട്ടികൾക്കകത്തെ സ്ത്രീകളും തുല്യ പ്രാതിനിധ്യത്തിനായി ശബ്ദമുയർത്തണം. ഈ ആവശ്യമുന്നയിക്കുന്നത് പുരുഷ മേധാവികളെ പ്രകോപിപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ജി. സുധാകരൻ്റെ പ്രതികരണം എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. സ്ത്രീകൾക്ക് കേരളം നിർമ്മിക്കാൻ അവസരം നൽകാതെ കഴിവില്ലാത്തവർ എന്ന് വിളിക്കുന്നവർ, അവർ അവസരങ്ങൾ നിഷേധിച്ചതിൻ്റെ കൂടി ഫലമാണ് സ്ത്രീകളുടെ പിന്നാക്കാവസ്ഥ എന്ന് ഓർക്കണം. AKG സെന്ററിലേക്കും KPCC ആസ്ഥാനത്തേക്കുമുള്ള ആദ്യത്തെ ചുരുളുകൾ നിവർത്തിയത് 7ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ നന്മ എസ്, ഫ്രെനി ലിയോൺ എന്നിവരാണ്. പൊതുസമ്മേളനത്തിൽ K. അജിത പെൺ മെമ്മോറിയൽ അവതരിപ്പിച്ചു. പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ചു. M. സുൽഫത്ത് ആമുഖ പ്രഭാഷണം നടത്തി. ഗീത നസീർ, R. പാർവതി ദേവി, ഡോക്ടർ താര, KGT രാധാമണി, നളിനി നായിക്, ജോളി ചിറയത്ത്, ഡോക്ടർ ജയശ്രീ, വിനയ NA, മേഴ്സി അലക്സാണ്ടർ, അഡ്വക്കേറ്റ് ജോൺ ജോസഫ്, രശ്മി പ്രേമലത, ശ്രീജ ആറങ്ങോട്ടുകര, നെജു ഇസ്മയിൽ, ശ്രീജ നെയ്യാറ്റിൻകര, ശ്യാമള കോയിക്കൽ, സീതാ ദാസൻ, സിസ്റ്റർ മേഴ്സി എന്നിവർ സംസാരിച്ചു. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശരത് എന്ന 16 വയസ്സുകാരനെ സർക്കാർ അവഗണിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ശരത്തിന്റെ ചികിത്സ. ആനയുടെ ആക്രമണത്തിൽ തളർന്ന കുടുംബത്തിന് വനംവകുപ്പ് ആകെ കൊടുത്തിരിക്കുന്നത് 12,000 രൂപ മാത്രമാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ദുരിതാവസ്ഥയിൽ കഴിയുന്ന 16 വയസ്സുകാരൻ ശരത് പാക്കം കാരേരിക്കുന്ന കാട്ടുനായ്ക്ക കോളനിയിലെ കുട്ടിയാണ് ഇത്. ശരത് പുൽപ്പള്ളി വിജയ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. കൂട്ടുകാരൊത്ത് കഴിഞ്ഞ ജനുവരി 28 രാത്രി 8 മണിക്ക് കടയിൽ നിന്നും സാധനം വാങ്ങി വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ പതിയിരുന്ന ആന ശരത്തിനെ തുമ്പിക്കൈകൊണ്ട് ചുഴറ്റിയെറിഞ്ഞു. കാപ്പിമരത്തിൻ്റെ കുറ്റിയിൽ തറച്ചു വീണ് ഒന്നനങ്ങാൻ പോലുമാകാതെ നടുപൊടിഞ്ഞ് കിടപ്പിലായി. കൂട്ടുകാരും കോളനി നിവാസികളും ബഹളം വച്ച് ആനയെ ഓടിച്ചതിനാൽ ശരത്തിന് ഇന്ന് ജീവനുണ്ട്. പക്ഷേ ഒന്നനങ്ങാൻ പോലുമാകാതെ, ഭക്ഷണം കഴിക്കാനാവാതെ അവൻ പൂർണ്ണമായും കിടപ്പിലായി. തറയിൽ പായ വിരിച്ച് മാത്രം ഉറങ്ങിയ അവന് ഒരു കട്ടിൽ അടുത്ത വീട്ടിൽ നിന്നും എത്തിച്ചു നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ശരത്തിനെ ചികിത്സിക്കുന്നത്. മകന് വേണ്ട പരിചരണം നൽകേണ്ടതിനാൽ അമ്മയ്ക്കും അച്ഛനും കൂലിപ്പണിക്ക് പോകാൻ കഴിയുന്നില്ല. ആനയുടെ ആക്രമണത്തിൽ തളർന്ന കുടുംബത്തിലേക്ക് വനം വകുപ്പ് നൽകിയത് 12,000 രൂപ മാത്രമാണ്. ശരത്തിനെ പോലെ നിരവധി മനുഷ്യരാണ് വന്യജീവി ആക്രമണങ്ങളിൽപ്പെട്ട് കഴിയുന്നത്. ഇതും പൊതുസമൂഹത്തിൽ ചർച്ചയാവണം.